ഉത്തരാഖണ്ഡിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്നു മുതൽ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരും. ഗോവയ്ക്ക് ശേഷം ഏകീകൃത സിവിൽ കോഡ് അംഗീകരിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ബിജെപി ഭരിക്കുന്ന ഉത്തരാഖണ്ഡ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം സാക്ഷാത്കരിക്കുന്നു എന്ന് വ്യക്തമാക്കിയാണ് ഉത്തരാഖണ്ഡിലെ ബിജെപി സർക്കാർ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നത്. ഉച്ചയ്ക്ക് 12:30 സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി UCCയുടെ ഔദ്യോഗിക പോർട്ടൽ ഉദ്ഘാടനം ചെയ്യും. സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന്റെ വിജ്ഞാപനവും പുറപ്പെടുവിക്കും. ജാതി, മതം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്ന സിവിൽ നിയമങ്ങളെ മാറ്റുന്നതാണ് ഏകീകൃത സിവിൽ കോഡെന്ന് പുഷ്കർ സിംഗ് ധാമി എക്സിൽ കുറിച്ചു. വിവാഹങ്ങളുടെയും എല്ലാ ലിവ്-ഇൻ ബന്ധങ്ങളുടെയും രജിസ്ട്രേഷൻ നിർബന്ധമാകും. ബഹുഭാര്യത്വം, ബഹുഭർത്തൃത്വം, വിവേചനപരമായ വിവാഹ രീതികൾ എന്നിവ നിരോധിക്കുന്നതിനും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. വിവാഹം രജിസ്റ്റർ ചെയ്യാത്തതിന് 10,000 രൂപ പിഴ ചുമത്തും. രജിസ്ട്രേഷൻ ഫോമിലെ തെറ്റായ വിവരങ്ങൾക്ക് 3 മാസം വരെ തടവും 25,000 രൂപ പിഴയും ലഭിക്കും. സംസ്ഥാനത്ത് താമസിക്കുന്നവരായാലും ഇല്ലെങ്കിലും എല്ലാ ഉത്തരാഖണ്ഡ് ജനങ്ങളെയും ഈ നിയമം ബാധിക്കും. എന്നാൽ സംസ്ഥാന ജനസംഖ്യയുടെ 3% വരുന്ന പട്ടികവർഗക്കാർക്ക് ഇളവുണ്ട്. നിയമം നടപ്പിലാക്കുന്നതിനായി സർക്കാർ ജീവനക്കാർക്കുള്ള പരിശീലനം പൂർത്തിയായി. ജമ്മുകശ്മീരിലെ ആർട്ടിക്കിൾ 370 വകുപ്പ് റദ്ദാക്കലും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവും പൂർത്തിയായ സാഹചര്യത്തിൽ ബിജെപിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ അവശേഷിക്കുന്നത് UCC മാത്രം. ദേശീയ തലത്തിൽ നിയമം കൊണ്ടുവരുന്നതിനു പകരം UCC സംസ്ഥാനങ്ങളിലൂടെ നടപ്പിലാക്കാനാണ് പാർട്ടി പദ്ധതിയെന്നും വ്യക്തമായിട്ടുണ്ട്. 38ാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതിന് മുന്നോടിയായാണ് നിയമം നടപ്പിലാകുന്നത് എന്നതും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക്, News 18.